ചേട്ടാ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്താ മാധ്യമം ഒരു സ്പെഷ്യൽ സ്റ്റോറി ചെയ്തു കോട്ടയത്ത് എന്നുള്ളത്. അത് ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഇങ്ങനെ നിന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ക്ലിപ്പിന്റെ ആ കുട്ടി പറയുന്ന പോർഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെയൊക്കെ ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ എന്നോട് പുറത്തുള്ളവരും ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന. ആ വാർത്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോട്ടയത്ത് നിന്നുള്ള ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, മകൻ, ആ ഒരു ചെറിയ കുടുംബമാണ് അങ്ങനെ നടക്കുന്നത്. ആ കുടുംബത്തില് അച്ഛനും ചെറുപ്പം മുതലേ, കുട്ടികളുടെ ചെറുപ്രായം മുതലേ അച്ഛൻ വളരെ നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണ്. അതേപോലെ വീട്ടില് നല്ല കലഹങ്ങൾ ഉണ്ടാവും, ഒരു ഉപദ്രവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ മകൻ വളർന്നു വലുതായപ്പോ മകനെ മദ്യപിക്കാൻ പൈസ കൊടുക്കും. അങ്ങനെ ഒരുമിച്ച് അച്ഛനും മകനും ഒരുമിച്ച് വീട്ടില് സ്ഥിരം ഉപദ്രവവും പ്രശ്നങ്ങളും ഒക്കെ. അപ്പോ സ്വാഭാവികമായും പെൺകുട്ടിക്കെതിരെ അതിക്രമം അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടായ സമയത്ത് ഒരു തവണ അടിച്ചപ്പോ ഇതേപോലെ കേസ് കൊടുത്തു. അങ്ങനെ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ തൊട്ട് അച്ഛന്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം. പുള്ളി ലൈംഗിക ചൊവ്വയോട് പെൺകുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി. അതേപോലെ ഉപദ്രവങ്ങളും കൂടി തുടങ്ങി. ഇത്തരത്തിൽ ഈ ഒരു മദ്യപാനം മൂലമുണ്ടാകുന്ന കലഹങ്ങൾ, ഈ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ എന്ന് വെച്ചാൽ ഒരു പുതിയ വാർത്തയല്ല. ഇതേപോലെ ഇഷ്ടംപോലെ വാർത്ത നമ്മൾ കേട്ടിട്ടില്ലേ? ഈ വാർത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ കുട്ടി അനുഭവിക്കുന്ന, ഈ വീട്ടിൽ ഇത്രത്തോളം പീഡനങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ അച്ഛന്റെ സുഹൃത്തുക്കൾ ഈ കുട്ടീനെ ഇതേ ലൈംഗിക ചുവയോടെ നോക്കുകയാണ്. നാട്ടുകാർ ഈ കുട്ടീനെ ഈ ഒരു കണ്ണുകളോടെയാണ് നോക്കുന്നത്. അതേപോലെ ഈ അച്ഛനെയും സഹോദരനെയൊക്കെ പീഡിച്ച് അമ്മ ജോലിക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കാൻ ഭയമായതുകൊണ്ട് അടുത്ത അയൽ വീട്ടിൽ നിൽക്കുമ്പോൾ അയൽ വീട്ടുകാർ കുറച്ച് സമയം കഴിയുമ്പോൾ കുട്ടിയോട് പോകാൻ പറയുകയാണ്. അമ്മ വരുന്നവരെ റോഡിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥ. ഇത് കേരളം തന്നെയല്ലേ? ഇവിടെ ഈ ഒരു പാവപ്പെട്ട ഈ ഒരു കുട്ടിക്ക്, ഈ ഒരു പെൺകുട്ടിക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു അവകാശമില്ല. ഈ ഒരു സംരക്ഷണം നൽകേണ്ട ആൾക്കാരൊക്കെ എവിടെയാണ് ഇവിടെ? യഥാർത്ഥത്തിൽ വളരെ ദൗർഭാഗ്യകരമായ സംഭവം തന്നെ പറയാം. അതായത് ദൗർഭാഗ്യകരം മാത്രമല്ല, ക്രൂരതയാണ് ആ കുട്ടിയോട് കാണിക്കുന്നത്. നമ്മുടെ ഭരണഘടന നമുക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഇവിടെ തന്നിട്ടുണ്ട്. അത് നടപ്പിലാക്കേണ്ടത് നമ്മുടെ സർക്കാരും നമ്മുടെ സമൂഹവും തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ സംരക്ഷിക്കേണ്ട കൈകൾ, ഇപ്പൊ അച്ഛനായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ എന്താണ്, ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ മാനം കവരാൻ അല്ലെങ്കിൽ അവളെ ആക്രമിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന കുറെ ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഉണ്ട് എന്നുള്ള ഒരു നഗ്ന സത്യമാണ്. നമ്മളിങ്ങനെ വെറുതെ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞ കാര്യമില്ല, അതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. ഒരു പെൺകുട്ടി ഇരുട്ടിന്റെ മറവിൽ കിട്ടിയാൽ ഏതാളുകളും ഒന്നല്ല, ഒരു പറ്റം ആളുകൾ ഒന്ന് കൈവെക്കാൻ ശ്രമിക്കുകയും ഇപ്പൊ റേപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ആര്? ഈ പറയുന്ന അച്ഛനോ സഹോദരനോ ആരോ ആവട്ടെ, അവരെ ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട ആളുകളാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നേരെ ഈ അച്ഛൻ ജയിലിൽ പോയി വന്നതിന് ശേഷം, ഓൾറെഡി ഇവരെ ക്രിമിനലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ജയിലിൽ പോയി വന്നതിന് ശേഷം ഈ പെൺകുട്ടിയോട് അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കുക, അശ്ലീലമായിട്ട് ആംഗ്യങ്ങൾ കാണിക്കുക, ഇതൊക്കെയാണ് ഈ കുട്ടി പരാതിയായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ഭയപ്പെടുക എന്താണ്, അടുത്തത് എന്നെ ആക്രമിക്കുക, എന്റെ ശരീരത്തിൽ കൈവെക്കും എന്നാണ് ആ കുട്ടി വിചാരിക്കുന്നത്. ഒപ്പം സഹോദരനും ഇത് തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളിടത്താണ് നമുക്ക് ഭയം. ഇനി സഹോദരനാണ് ആദ്യം ഇത് ചെയ്തത് അല്ലെങ്കിൽ അച്ഛനാണ് ഇത്തരത്തിൽ ആദ്യം ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും ആരോ ഒരാൾ ഇത് ആദ്യം ചെയ്യുകയും മറ്റൊരാൾ അതിനെ ഏറ്റുപിടിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, അച്ഛൻ ഇങ്ങനെ ചെയ്താൽ അതിനെ എതിർക്കേണ്ട ആളാണ് സഹോദരൻ, സഹോദരൻ ഇങ്ങനെ ചെയ്താൽ അതിനെ എതിർക്കേണ്ട ആളാണ് അച്ഛൻ എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ തലച്ചോറിൽ എന്താണ് അടിഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. പിന്നെ ആ കുട്ടിയുടെ അമ്മയുടെ ഒരു ഗതികേട് കൂടെ നമ്മൾ ആലോചിക്കണം. അമ്മ അറിഞ്ഞുകൊണ്ടാണോ, ഇനി അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തതാണോ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഈ അമ്മയ്ക്ക് പണിക്ക് പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത്. ഇവര് കേസ് ഓൾറെഡി കൊടുത്ത് ജയിലിൽ പോയി തിരിച്ചു വന്ന ഒരു വ്യക്തി അതിലും ക്രൂരമായിട്ടാണ് പിന്നീട് അവരോട് പെരുമാറുന്നത്. വീടിന്റെ കഥക് വരെ ചവിട്ടി പൊളിച്ചിട്ടുണ്ട്, കഥകില്ല. അതേപോലെ ശുചിമുറിയുടെ അല്ലെങ്കിൽ ഇവരെ കുളിക്കുന്ന ബാത്റൂമിന്റെ കഥക് ചവിട്ടി പൊളിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി കുളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കാവല് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കേസ് കൊടുത്തതാണ്. കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയിട്ടുണ്ട്. 2 ദിവസം പോലീസ് വന്നു. 3ാമത്തെ ദിവസം വന്നിട്ട് പോലീസിനെ അവിടെ കാണുവാനില്ല. പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചപ്പോ അവിടെ നിന്ന് ഒരു അറിവുമില്ല. അല്ല, ഈ കാര്യത്തിൽ അറിയാം, നമ്മൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മലയാളി ഉടനെ തന്നെ പുറത്തിറങ്ങും, ജാഥ നടത്താനും തിരിതെളിയിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനെയൊക്കെ അപലപിക്കാനും ഒക്കെ മലയാളികളും വനിതാ കൂട്ടായ്മകളും നവയുഗ പുരുഷന്മാരും ഒക്കെ ഇറങ്ങി പുറപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ്, ഇപ്പൊ ഒരു ചൊല്ലുണ്ട്, ആരെങ്കിലും മരണപ്പെട്ടാൽ അയാൾ മഹാനായിരുന്നു എന്ന് പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ജീവിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൊടുക്കാൻ ആളുണ്ടാവില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കുട്ടി ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനോ, അതിനെപ്പറ്റി കൃത്യമായി മറുപടി പറയാനോ, അതിനെ സംരക്ഷിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുവന്നാക്കാനോ അവിടെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ ഇതേതാണ് ആള്? അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ രായിക്ക് 40 വട്ടം UP കുറ്റം പറയുന്ന ആളുകളാണ്. UP, നോർത്ത് ഇന്ത്യ, അവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇത് കേരളമാണ്, പ്രബുദ്ധ കേരളമാണ് എന്ന് പറയുന്നിടത്താണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കണം. കാരണം
ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും ഒരു വൃത്തികെട്ട രീതിയിൽ ഈ കുട്ടിയെ നോക്കുന്നു എന്നുള്ളത് ലൈസൻസ് ആക്കി എടുത്തുകൊണ്ട് ആ പെൺകുട്ടിയെ അതേ കണ്ണോടുകൂടി നോക്കാൻ വേണ്ടി പുറപ്പെടുന്ന നാട്ടുകാരായിട്ടുള്ള കുറെ ആളുകൾ, അച്ഛന്റെ സുഹൃത്തുക്കൾ. ഇത് ഇവർക്ക് അറിയുന്ന ആളുകളായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുക. കാരണം അച്ഛന്റെ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നാടിലെ ആൾക്കാരായിക്കോട്ടെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോയി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിയമത്തിന്റെ വഴികളിലൂടെ അവരെ സംരക്ഷിക്കാനും ശ്രമിക്കേണ്ട ആളുകളിൽ നിന്ന് ഇത്തരത്തിലൊരു സാഹചര്യമുണ്ട്. ശരിയാണ്, ആ കുട്ടിയുടെ ജനിപ്പിച്ച അച്ഛൻ തന്നെ ഇങ്ങനെയാണ്, സഹോദരൻ ഇങ്ങനെയാണ്, പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ സമൂഹം മാറിപ്പോകുന്നുള്ളതാണ്. വീട്ടിലെ മക്കളുടെയും ഭാര്യയുടെയും അവസ്ഥ ആലോചിക്കണം, വലിയ രീതിയിൽ അറിയണേ. ഈ പറയുന്ന ഓരോരുത്തരുടെയും ഭാര്യയും മകളെയുമാണ് ഇങ്ങനെ മറ്റൊരുത്തർ വിളിച്ച് എന്തെങ്കിലുമൊക്കെ തോന്നിവാസം പറയുന്നതെങ്കിൽ അവർ എത്രത്തോളം പ്രയാസം ഉണ്ടാവും എന്നുള്ളത് അവരാലോചിക്കണം. യഥാർത്ഥത്തിലല്ലേ, പക്ഷെ അത്തരത്തിലുള്ള ചിന്തകളൊന്നും അല്ല ഇവിടെ മനുഷ്യൻ, അതൊന്നും പ്രശ്നമില്ല. ഇവിടെ ഞാൻ കൃത്യമായി പറയട്ടെ, ഇവിടെ എല്ലാ അഭിനയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ അഭിനയമാണ്. തരം കിട്ടിയാൽ ഏത് പെൺകുട്ടിയുടെ മേലേക്കും പിടിച്ചു കയറാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടിയെ എന്തെങ്കിലും ഒരു എന്താണ് സ്വവർഗ പീഡനത്തിനിരയാക്കാനൊക്കെ കാത്തു നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മേനി നടിക്കണം, അഭിനയിക്കുകയാണ്. അവിടെയാണ് ഞാൻ പലപ്പോഴും കൺസെന്റ് ചോദിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യുന്നത്, ബഹുമാനിക്കുന്നത്. കൺസെന്റ് ചോദിക്കുന്നു ഒരുത്തൻ, ഇപ്പൊ വലിയ പ്രശ്നം, അവളോട് അവൻ കൺസെന്റ് ചോദിച്ചു, അവനെ പിടിച്ച് തൂക്കണം എന്ന് പറയുന്ന ആൾക്കാരോട് എത്രത്തോളം മാന്യതയിലാണ് അവൻ കൺസെന്റ് ചോദിച്ചത്. കൺസെന്റ് ഇല്ല, ശരി ഓക്കെ, ഞാൻ എനിക്ക് വിഷയപ്പെട്ടു എന്ന് പറഞ്ഞു പോകുന്ന മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ് ഞാൻ പറയാം. അല്ലാതെ ഒരു കുട്ടിയെ ചേർന്ന് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ ആ സ്വന്തം മകളെ പ്രായത്തിലുള്ള കുട്ടിയെ പോലും ചെന്നിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന, അശ്ലീലപരമായ നോട്ടങ്ങൾ നോക്കുന്ന, ഒരു വൃത്തികെട്ട രീതിയിൽ അവരെ അവരുടെ അടുത്ത് ചെന്ന് പെരുമാറുന്ന ആളുകളോട് എന്താ പറയേണ്ടത്? ഇവിടെ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുണ്ട്. വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയാണ് ശിശുക്ഷേമ സാമൂഹ്യ വകുപ്പ്, അതുപോലെ വനിതാ ശിശുക്ഷേമത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു കാര്യം അറിഞ്ഞാൽ, ഇനിയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രമുഖ മാധ്യമങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഉടനെ തന്നെ ആ കുട്ടിയെ ഒരു ഷട്ടറിലേക്ക് മാറ്റി താമസിപ്പിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സർക്കാർ മുന്നിട്ടിറങ്ങണം. സർക്കാരില്ലാതെ ആരാണ് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളത്? കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം പറയുന്നത് നിയമവ്യവസ്ഥയിലൊക്കെ ഉള്ള വിശ്വാസം തന്നെ പോയിട്ടുണ്ട്. കാരണം ആ കുട്ടി പറയുന്നുണ്ട്, ഇനി ഒരു കേസ് കൊടുക്കാനുള്ള ഒരു ശേഷി തന്നിട്ടില്ല. കാരണം ഓൾറെഡി ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, സർക്കാർ അമിക്കസ് ക്യൂറി ആയിരിക്കാം, ആ ഒരു വക്കീലിനെ വെച്ചിട്ടാണ് ഈ കേസ് നടന്നു പോകുന്നത്. അതെങ്ങും എത്തിയിട്ടില്ല. ഇനി ഒരു പുതിയ കേസ് കൊടുക്കാനുള്ള ത്രാണി തന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം ഭാവി ആലോചിച്ചിട്ട് എനിക്ക് കൊടുക്കാനില്ല. കാരണം ഒരിക്കൽ ജയിലിൽ പോയിട്ട് വന്നിട്ടാണ് ഇത്തരത്തിലുള്ള നോട്ടം കൊണ്ടാണെങ്കിലും പിന്നീടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇത്രത്തോളം ഉപദ്രവം കൂടി തോന്നുന്ന ജയിലിൽ പോയിട്ട് വന്നിട്ടാണ്. ഇനി താൻ ഒന്നുകൂടെ ജയിലിൽ വിടുകയാണെങ്കിൽ അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് തന്നെ അമ്മയൊക്കെ കൊടുക്കുമെന്ന് അറിയത്തില്ല. കാരണം അത്രത്തോളം ഈ നമ്മുടെ നിയമവ്യവസ്ഥയിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വാക്കുകളിൽ അതൊക്കെ ആണ് പ്രകടമാകുന്നത്. ഇതൊക്കെ ഒരു അപകടമല്ലേ? കാരണം ഇത്രത്തോളം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മുടെ നിയമവ്യവസ്ഥയെ നീതിവ്യവസ്ഥ തന്നെയാണ്. അവിടെയുള്ള ഒരു വിശ്വാസത്തെ നമ്മുടെ ഇന്ത്യ ഭാരതത്തിലുള്ള ഒരാൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം ഒരു പരാജയം തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും. അതായത് ഇവിടെ നിരന്തരമായിട്ട് പോസ്റ്റ് ഇടാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇടാനും പ്രതികരിക്കാനും എത്ര രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയാണ് നമ്മൾ കാണുന്നത്. ഈ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയുടെ അവകാശത്തിന് വേണ്ടി, അവളുടെ മാനം സംരക്ഷിക്കാൻ വേണ്ടി അവൾ ഇരുന്ന് കരയാണ്. ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് കരയാണ് ഈ കുട്ടി. സ്വന്തം വീടിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ പോയി അമ്മ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ അവിടെ നിൽക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ. അവിടേക്ക് അച്ഛൻ കയറിയിട്ട് ആക്രമിക്കുമെന്ന ഭയത്താൽ ആ വീട്ടുകാര് നീ പൊയ്ക്കോളൂ എന്ന് കുറച്ച് കഴിയുമ്പോൾ പറയേണ്ട അവസ്ഥ. എന്നിട്ട് വീട്ടിൽ കയറാൻ പറ്റാതെ അമ്മയെ കാത്ത് വഴിയരികിൽ കാത്ത് നിൽക്കേണ്ട ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എവിടെയാ? കേരളത്തിലാ. ഈ പറയുന്ന പോലെ എന്താണ് ഈ തൊഴിലാളി വർഗവും നവോത്ഥാനവും നവയുഗ സിദ്ധാന്തവും ഒക്കെ പറയുന്ന ആളുകളുടെ നാട്ടിലാ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും കൂടെ ഒരു നിമിഷം തുടരാൻ അർഹതയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെങ്കിലും ഇങ്ങനെ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ രാഷ്ട്രീയവും CPM കോൺഗ്രസും മാർക്സിസ്റ്റും BJP ഒക്കെ മാറ്റിവെക്കുന്നേ. നിങ്ങൾ ഒരു പെൺകുട്ടിക്ക്, ഇവിടെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് അവളുടെ മാനത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളൊക്കെ രാജിവെച്ച് നിങ്ങളുടെ വീട്ടിൽ പോയിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് സമൂഹത്തിലേക്ക് വരുമ്പോൾ ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെ ഒരു കുട്ടിയെ കാണുക എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മുടെ പെൺകുട്ടി? ഞാൻ ചോദിക്കണം, ആ നാട്ടിൽ DYFI ഇല്ലേ? ചത്തോ? സീരിയസ് ആയി ഞാൻ ചോദിക്കുകയാണ്. അവിടെ യൂത്ത് കോൺഗ്രസ് ഇല്ലേ? ചത്തോ? അവിടെ ഈ പറയുന്ന എന്താണ് ഈ BJPയുടെ ഒരു യൂത്ത് സംഘടന ഉണ്ടല്ലോ, എന്നോട് പേര് മറന്നുപോയി, ആ സംഘടന ഇല്ലേ? ചത്തോ? ഈ യൂത്ത് ലീഗ് ഇല്ലേ? ചത്തോ? ഇവരൊക്കെ എവിടെ പോയിരിക്കുന്നു? ഇവർ ആവശ്യമില്ലാതെ എന്തൊക്കെ പ്രതികരണത്തിനും പ്രതിഷേധത്തിനും പോകുന്ന ആളുകളാണ്. ഈ കുട്ടിക്ക് വേണ്ട നിയമ നടപടികൾ സഹായിക്കാൻ വേണ്ടി അവിടെയുള്ള ആളുകൾ മുന്നിട്ടിറങ്ങണ്ടേ?
ഈ പറയുന്ന പോലെ അവിടെ ഒരു വാർഡ് മെമ്പർ ഉണ്ടാവില്ലേ, ആ വാർഡ് മെമ്പർ എന്ത് കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്? അവിടെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടെ ഗ്രാമസഭ അടിത്തട്ട് വികസനമാണല്ലോ പറയുന്നത്. അതായത് ഈ വികേന്ദ്രീകരണം, അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങി ഇങ്ങനെ വരുന്നുണ്ടല്ലോ കാര്യങ്ങൾ. ഇവിടെ ഗ്രാമസഭ കൂടുന്നുണ്ട്, ഇവിടെ ആശാവർക്കർമാരുണ്ട്, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവരൊക്കെ എന്താ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതാണ് വലിയ ചോദ്യങ്ങളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഉത്തരേന്ത്യയെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ 10 സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വാളയാറിൽ 2 കുഞ്ഞു മക്കൾ തൂങ്ങി നിന്നത് അവിടെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം അച്ഛന്റെ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോ CBI കൊടുത്തിട്ടുള്ള ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് നീതി വേണമെന്നും പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങുന്ന ആ ഒരു രീതി, അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവും. അവരെ ജീവിച്ചിരുന്നപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതിന് പകരം മരിച്ചതിന് ശേഷം ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി പോരാടും. അല്ല, അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വാളയാറിലെ കേസ് തന്നെ എടുത്താൽ ആ കുട്ടിയുടെ മൂത്ത കുട്ടി ദാരുണമായി മരണപ്പെടുന്നു, രക്ഷയില്ലാതെ മരണപ്പെടുന്നു. പക്ഷെ ആ കുട്ടിയെ കെട്ടി തൂക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ CBIക്ക് ഒരു സംശയമില്ല. ഇളയ കുട്ടി പല കാര്യങ്ങളും പോലീസിനോട് പറയാൻ ശ്രമിക്കുമ്പോൾ മറച്ചു വെക്കുന്നു. എന്നിട്ട് ആ കുഞ്ഞും തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തായാലും ഗുരുതരമായ ഒരു കൃത്യവിലോപം, അല്ലെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട ആളുകൾക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു. ഇവർക്കെതിരെ കർശനമായ നടപടിയെടുത്ത് എല്ലാത്തിനെയും പിടിച്ച് അകത്തിടുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് അവർക്ക് സുരക്ഷിതമായ ഷെൽട്ടർ ഒരുക്കി കൊടുക്കുക സർക്കാർ എന്നുള്ളതിൽ അപ്പുറത്തേക്കൊന്നും പറയാനില്ല.